കസ്റ്റമേഴ്സ് എവിടെ എങ്ങനെയുള്ളവരാണ് എവിടുന്ന് വരുന്നത്? കസ്റ്റമേഴ്സ് മംഗലാപുരത്ത് നിന്ന് കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്. കാരണം കർണാടകത്തിലെന്ന് വെച്ചാൽ കാസർഗോഡിനെ അപേക്ഷിച്ച് വളരെ വില കൂടുതലാണ് സാധനത്തിന്. ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ഫ്ലാറ്റിലേക്കെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സാധനം. വിലയാണ് മെയിൻ പ്രശ്നം. എങ്ങനെയാണ് ശരിക്കും മാർക്കറ്റിംഗ്? എങ്ങനെയാണ് മാർക്കറ്റിംഗ്? നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നുണ്ടോ അതെ കസ്റ്റമേഴ്സ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന് അറിഞ്ഞ് വരികയാണോ? ഇല്ല, നമ്മളങ്ങനെ പ്രത്യേകിച്ചൊരു ക്യാൻവാസിംഗ് ഒന്നുമില്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞ് ഒരാളറിഞ്ഞ് പിന്നെ ഒരാളറിഞ്ഞ് ഗുണങ്ങൾ നോക്കി മൗത്ത് പബ്ലിസിറ്റിയാണ് അതേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ പബ്ലിസിറ്റി ആയിട്ട് അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് ബിസിനസ് നിങ്ങളൊരു എബോ ആവറേജ് ക്വാളിറ്റി ആയിരിക്കും കൊടുക്കണം അപ്പോൾ അല്ലേ? ക്വാളിറ്റി ഒരിക്കലും മോശമാക്കാറില്ല? ഇല്ല, ക്വാളിറ്റി മോശമാക്കാറില്ല. ഒരു മീഡിയം റേഞ്ചാണ്, ഹൈ റേഞ്ച് അല്ല, ഒരു ലോ റേഞ്ചും അല്ല, ഒരു മീഡിയം റേഞ്ച്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് എവിടെ നിന്നാണ് എടുക്കുന്നത്? മെറ്റീരിയൽസ് മെയിനായിട്ട് വരുന്ന മരമാണ്. അതിപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ട്. നല്ല മരം നോക്കിയിട്ട് എടുക്കുള്ളൂ. പിന്നെ വരുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പ്ലൈവുഡ് വരുന്നുണ്ട്. അത് നമ്മളിപ്പം സാധാരണ ഫാക്ടറിയിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യും. പിന്നെ MDF എന്ന് പറയുന്നൊരു സാധനമാണ് ഇപ്പോൾ ഒരു ട്രെൻഡ്. MDF ഒരു മരത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ അത് എവിടെ നിന്ന് ഷീറ്റ്? അത് സാധാരണ ഇപ്പം കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, ഒരു കമ്പനി ഐറ്റം വരുന്നുണ്ട്, അവിടെ നിന്ന് എടുക്കും. പിന്നെ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. എല്ലായിടത്തും സാധനം എല്ലായിടത്തും കിട്ടുന്നുണ്ട്, പ്രശ്നമില്ല. പിന്നെ ഫോം വേണ്ടി വരും അല്ലേ? പിന്നെ സോഫ ഒക്കെ ചെയ്യാൻ ഫോം, ക്ലോത്ത്, അതുപോലുള്ള സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റം ഏതാണ്? ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു ഐറ്റം എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളും ഡൈനിങ് ചെയറുമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് എന്തായാലും നിങ്ങളുടെ ഇതിനോട് പ്രത്യേകത എന്തെന്നറിയില്ല, ഞങ്ങളത് കുറച്ച് വെറൈറ്റി കൂടുതലുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടുതൽ ആ സാധനം പോകുന്നുണ്ട്. ബാക്കിയെല്ലാം പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്ന എത്ര ചെയർസ് ഉള്ള ഡൈനിങ് ടേബിളാണ്? ഏറ്റവും കൂടുതൽ 8 ചെയർ. വലുതായിരിക്കും? വലുതായിരിക്കും. ഏകദേശം 8 ചെയർ എന്ന് പറയുമ്പോൾ ടേബിളിൻ്റെ സൈസ് 7.3 എന്ന് പറയും. അതായത് 7 ഫീറ്റ് നീളവും 3.5 ഫീറ്റ് വീതിയായിട്ട് വരുന്നത്. അതിപ്പോൾ പല വിധത്തിൽ ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ കംപ്ലീറ്റ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഗ്ലാസ്സാണ് കൂടുതലും, വേറെ ബാക്കിയെല്ലാം ഇപ്പം ഔട്ടായി. അപ്പോൾ അതിൻ്റെ ഫ്രെയിം വുഡായിരിക്കും? ടോപ്പ് മാത്രം ഗ്ലാസ് ആയിരിക്കും. മാക്സിമം വില വരുന്ന ഒരു ഡൈനിങ് ടേബിളൊക്കെ എത്രയാണ് വരുന്നത്? മാക്സിമം ഇപ്പോൾ തേക്കിൻ്റെ എല്ലാം ആണെങ്കിൽ ഒരു 8 ചെയറും ഡൈനിങ് ടേബിൾ ആകുമ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 55,000 രൂപ വരും. ഈ ഏറ്റവും വലിയ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ 8 ചെയർസ് അല്ല, 10 ചെയർ ഉണ്ട്. 10 ഉണ്ട്. ഏറ്റവും ചെറുതായിട്ട് വരുമ്പോൾ എത്ര വരും? ചെറുത് 4 ചെയർ. 4 ചെയർ ഇപ്പോൾ 4.5 സൈസ് ടേബിൾ വരും. അപ്പോൾ ഒരു പുതിയ വീടിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിനോട് എടുക്കുമ്പോൾ ശരിക്കും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് കൊടുക്കും നിങ്ങളല്ലേ? കബോർഡ് കാര്യങ്ങളൊക്കെ? കബോർഡ്, ബെഡ്റൂം സെറ്റ് ചെയ്ത് കൊടുക്കും. കിച്ചൺ ക്യാബിനറ്റ് ചെയ്ത് കൊടുക്കും. ബെഡ്റൂം സെറ്റ് എന്ന് വെച്ചാൽ കട്ടിൽ, സൈഡ് ടേബിൾ, അതിൻ്റെ സൈഡ് ടേബിള്, കബോർഡ്, ഫുള്ള് ഡ്രസ്സിങ് ടേബിള് ഒക്കെ ആയിട്ട്. പിന്നെ ലിവിങ് റൂമിനുള്ള ഫർണിച്ചർ, ഡൈനിങ് അല്ലേ? ലിവിങ് റൂം, ഡൈനിങ് റൂം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ പാർട്ടിയുടെ താല്പര്യം അനുസരിച്ചിട്ട് ഓർഡർ അനുസരിച്ചിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റൊക്കെ വളരെ എക്സ്പെൻസീവ് അല്ലേ? എക്സ്പെൻസീവ് ഉള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അവരവരെ പോക്കറ്റിനനുസരിച്ചുള്ളത് അവരുടെ എങ്ങനെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര വർക്കേഴ്സ് വരും ഈ വർക്ക്ഷോപ്പിൽ? വർക്ക്ഷോപ്പിലിപ്പം ടോട്ടൽ നമ്മുടെ അടുത്തൊരു 40-45 പേരുണ്ട്. അവരെല്ലാം ഈ നമ്മുടെ നാടിനോട് ചേർന്ന് നടക്കുന്നവരാണോ? അല്ല, കൂടുതലും ഇപ്പോൾ യുപിയിലത്തെ ആൾക്കാരാണ് കൂടുതലും ചെയ്യുന്നത്. അതെന്താ മലയാളികളെ കൂടുതൽ പ്രിഫർ ചെയ്യാതെ? മലയാളികൾ ഉണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞ് അവർക്ക് അവരതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളെന്ന് വെച്ചാൽ രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോൾ വരും, 5-5:30 ആകുമ്പോൾ പോകും. ആ ഒരു യു പി അവരെ അങ്ങനെയല്ല, അവർ രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കും. എല്ലാവർക്കും കോൺട്രാക്ടർ ബേസാണ്, പീസ് വർക്കാണ്. എത്ര പണിയെടുത്താൽ അത്ര കൂടുതൽ പൈസ കിട്ടും. പക്ഷെ നമ്മുടെ ആൾക്കാരെ പണി അത്രേ ഉള്ളൂ, ഇനി അത്ര മതി അവർക്ക്. അവർക്ക് റെസ്റ്റ് കൂടുതൽ, കാശ് കുറവ് മതി. ഇവര് നല്ലോണം പണിയെടുക്കും, നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കും. അവർക്ക് അക്കോമഡേഷൻ ഒക്കെ നമ്മളാണ് കൊടുക്കുന്നത്? നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മലയാളികളായ ലേബേഴ്സിനും കമ്പാരിറ്റീവ്ലി ഇവർക്ക് സാലറി കുറവാണോ?
ഇല്ല ഇല്ല, അത് ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഒരു പീസ് വർക്ക് ആയതുകൊണ്ട് സാലറിന്റെ പ്രശ്നമില്ല. നമ്മള് ആദ്യം മലയാളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് എന്ത് കൊടുക്കുന്നോ അതും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് കൂടുതൽ ഹാപ്പി ആകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു UP-കാർ വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അവർ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കും. രാവിലെ 6 മണിക്ക് തുടങ്ങും അവർ പണി. ആൾക്കാർ വരുമ്പോഴേക്കും അവർക്ക് ഒരു പണിയായിട്ടുണ്ടാവും. മുഹമ്മദ് അലി ലേബേഴ്സ് ആയിട്ടുള്ളൊരു ബന്ധം അങ്ങനെ നല്ല ഇതാണോ? നല്ല ബന്ധമാണ്. നമ്മളെ ഇപ്പം നമ്മുടെ അടുത്തുള്ള മലയാളി തുടക്കം തൊട്ടുള്ള ആൾ ഇപ്പോഴുണ്ട്. 20 വർഷമായിട്ട് എൻ്റെ ഒന്നിച്ചിട്ട് ചെറുതുണ്ടാകുമ്പോൾ വന്നത് ഇപ്പോഴുണ്ട്. അല്ല, അവരായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം പുലർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും അല്ലേ? ശരിക്കും പറഞ്ഞാൽ കാരണം യൂണിയൻ പ്രശ്നങ്ങളും മറ്റൊന്നും ഇല്ല, ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുക്കള ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാണ് മുൻതൂക്കം രാഷ്ട്രീയപരമായിട്ട്? രാഷ്ട്രീയപരമായിട്ട് ഇവിടെ മുസ്ലിം ലീഗാണ്. യൂണിയൻ ബേസിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുള്ള ഏരിയ അല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് എത്ര ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം കഴിയും ശരിക്കും പറഞ്ഞാൽ? കർണാടകയാവും. ഈ ചെറുക്കളയിൽ നിന്ന് ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ, മംഗലാപുരം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 60 കിലോമീറ്റർ പോകണം. 60 കിലോമീറ്റർ അല്ല, തലപ്പാടി കഴിഞ്ഞാൽ കർണാടക ആയല്ലോ. അപ്പോൾ ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ ഈ സുള്ളിയ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ പിന്നെ കർണാടക. രണ്ട് ഭാഗത്തും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കർണാടകയുടെ സംസ്കാരം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ പിന്നെ സംഭാഷണം അതുപോലെ തന്നെ കർണാടകവും മലയാളവും കൂടി ചേർന്നിട്ടുള്ള ഒരു തരം ഭാഷയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. മുഹമ്മദ് അലിക്ക് എത്ര ഭാഷ അറിയാം? എനിക്ക് കർണാടക അറിയാം, മലയാളം, കന്നഡ, പിന്നെ ഹിന്ദി തട്ടിമുട്ടി ഇങ്ങനെ അത്രയേ ഉള്ളൂ. വേറെ വല്ല നാട്ടിൽ വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആണോ? സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ? വേറെ നാട്ടിലില്ല. പിന്നെ നമ്മുടെ ഇവിടെ KSSIA ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കേരള, അതിൽ ഞാൻ ജില്ലാ കമ്മിറ്റിയിലുണ്ട്, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്. അത്രയേ ഉള്ളൂ. വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടോ? ഇല്ല, രാഷ്ട്രീയം അങ്ങനെ ഇല്ല. ഇപ്പോഴില്ല, ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല. ആദ്യം എന്തായിരുന്നു? ഏത് പാർട്ടിയിലായിരുന്നു? അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയത്തക്കൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി പാർട്ടിക്ക് വേണ്ടി നിലനിന്ന ഒരു പക്ഷേ വ്യവസായത്തെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണോ? നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ട് വരും? അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്കങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സമയമില്ല, അതിനുള്ള സന്ദർഭമില്ല. നമ്മളെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനുള്ള ത്രോട്ട് ബിസിനസ്സിന് ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല? ഇല്ല. പാർട്ട്നേഴ്സ് ഒന്നുമില്ല. ഈ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യാറുണ്ടോ? അത്യാവശ്യം. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഇല്ല, പിന്നെ പുറത്തെവിടെയും പോയില്ല. ഇന്ത്യക്ക് പുറത്ത് വ്യവസായമായിട്ട് ആവശ്യത്തിന് പോയിട്ടില്ല. ഇന്ത്യക്കകത്ത് മാത്രമേ പോയി. ഒട്ടേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യക്കകത്ത് മാത്രമേ.